ഈ NSS ആസ്ഥാനം ഇപ്പം നീറിപ്പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാരനായിട്ട് കാണുന്നത് സുകുമാരൻ നായരെ തന്നെയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് അറിയുന്നത്. NSS ആസ്ഥാനവും സുകുമാരൻ നായരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസിൽ വന്നു. അത് ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം VD സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിണ്ണനിരങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം നടത്തുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് NSSൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ ഒരു തീർത്ഥയാത്ര നടത്താറുണ്ട് പെരുന്നയിലേക്ക്. ആ തരത്തിലുള്ള ഒരു ഒഴുക്ക് ഇത്തവണ ഉണ്ടായില്ല. മാത്രമല്ല NSS പ്രതീക്ഷിക്കാത്ത തരത്തിൽ UDF വിജയം നേടുന്നു. NSS എതിർത്ത വ്യക്തിയായ VD സതീശൻ മുഖ്യമന്ത്രിയായി മാറുന്നു. VD സതീശനെ കാണാൻ സുകുമാരൻ നായരെ റിക്വസ്റ്റ് ചെയ്തിട്ട് VD സതീശൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ തന്നെ പ്രതിഷേധവുമായിട്ട് വരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുമ്പോഴും ഇതെല്ലാം തന്നെ സുകുമാരൻ നായരിലേക്ക് ഒതുങ്ങുകയാണ്. സംഘടന, അതായത് സമുദായം ഇതിൽ ഇൻവോൾവ് അല്ല. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ സുകുമാരൻ നായരെ കാണുന്നത് സമുദായം കൂടെയില്ലാത്ത സമുദായ നേതാവാണ്. അപ്പോൾ NSSൻ്റെ സംഘടനയുടെ ഒരു പ്രത്യേക നിയമവശം കൊണ്ട് സുകുമാരൻ നായരെ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ സമുദായത്തിൽ നിന്ന് ആ സംഘടന ഒരുപാട് അകന്നുപോയി. അപ്പോൾ ഇപ്പം വീണ്ടും NSS വിവാദത്തിലായത് മന്നം സ്മൃതി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് NSSൻ്റെ താല്പര്യത്തിലല്ല, ഡൽഹിയിലെ NSSൻ്റെ പ്രവർത്തകരെല്ലാം കൂടി ശ്രമിച്ചിട്ട് അവിടെ മന്നം സ്മാരകമല്ല സ്മൃതി ഇനാഗുറേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി നടത്തിയ വിമർശനമായിരുന്നു. കാരണം അദ്ദേഹത്തിന് കേരളത്തിൽ, അതായത് ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് NSS ആസ്ഥാനത്ത് വന്നിട്ട് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് സുകുമാരൻ നായർ അനുവദിച്ചില്ല. പക്ഷെ അത് അന്ന് വലിയ വാർത്തയില്ലാതെ പോയി, ചെറിയ രീതിയിൽ അറിഞ്ഞു, ഒരു ചെറിയ പ്രതിഷേധം പോലും ഇല്ലാതെ അതങ്ങ് മാറിപ്പോയി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റ് തന്നെ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അവിടെ സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ സുകുമാരൻ നായർ അതിന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ മന്നം സമാധി ക്ഷേത്രം പോലെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് അവിടെ നായെ കടത്തിവിടില്ല എന്നാണ്. അപ്പോൾ സുകുമാരൻ നായർക്ക് ഈ നായോടുള്ള പേടി എപ്പോഴും തുടങ്ങിയെന്നുള്ളതാണ്. അപ്പം ഞാനത് നോക്കിയപ്പോഴും ചരിത്രം പരിശോധിച്ചപ്പോഴത്തേക്കും, കാരണം ഞാനൊരു നീണ്ട നാൾ പെരുന്നയിൽ ജീവിച്ച ഒരാളാണ്. അപ്പം ഞാനെൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോഴും സുകുമാരൻ നായരുടെ ഈ നായ പേടി ഇപ്പോൾ തുടങ്ങിയതല്ല, ഇതിനൊരു പഴയ ചരിത്രമുണ്ട്. അപ്പോൾ അത് സുകുമാരൻ നായർ പൊതുസമൂഹത്തിന് കാര്യമായി അറിയുന്നതിന് മുമ്പ് തന്നെ സുകുമാരൻ നായർ NSSൻ്റെ ആസ്ഥാനത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളായി മാറിയിരുന്നു 80കളുടെ അവസാനത്തിൽ. അതായത് 1983 അന്ന് NSSൻ്റെ പരമാധികാരിയായിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ, നമുക്കറിയാലോ NDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ചെന്ന്. NDPയും ഒരു പിന്നീട് സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിപ്പോയി. അദ്ദേഹം ലീവ് എടുത്ത് പോകുന്നതാണ്. ആ സമയത്താണ് നാരായണ പണിക്കരെ അവിടെ ജനറൽ സെക്രട്ടറിയായിട്ട് അവരോധിക്കുന്നത്. അന്ന് ഒരു ലോ പ്രൊഫൈൽ ആയിരുന്നൊരു വ്യക്തിയാണ് താലൂക്ക് യൂണിയനിൽ നിന്ന് അവരോധിക്കുന്നത്. പക്ഷെ അന്ന് ഈ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ നിയന്ത്രിച്ചിരുന്നത് ആ സമയത്ത് സുകുമാരൻ നായരാണ്. അന്ന് സുകുമാരൻ നായർ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആളല്ലായിരുന്നു. പക്ഷെ അദ്ദേഹമായിരുന്നു പെരുന്നയുടെ ആസ്ഥാനം കൺട്രോൾ ചെയ്തത്. പക്ഷേ ഈ പെരുന്നയിൽ ആദ്യമായിട്ട് ഈ ഉപരോധം, അതായത് ആ വ്യക്തികൾക്ക് വിലക്ക്, നമ്മളിപ്പോൾ NSSൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായക റോൾ വഹിച്ചത് NSSും NSSൻ്റെ സ്ഥാപകനായിട്ടുള്ള മന്നത്താചാര്യനുമാണ്. പക്ഷെ അവിടെ ഈ പ്രവേശനം വിലക്ക് വരുന്നത്, ആദ്യമായി വിലക്കിന് വിധേയമാകുന്നത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സിംഗപ്പൂരിൽ നിന്ന് വിരമിച്ച്, അതായത് അംബാസഡർ ഹൈക്കമ്മീഷണർ എന്നുള്ള പദവിയിൽ നിന്ന് വിരമിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ മന്നം, അതായത് NSS ആസ്ഥാനത്തേക്ക് കയറ്റില്ല. അതിൻ്റെ നായകസ്ഥാനം വഹിച്ചത് ഇവരുടെ ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ സുകുമാരൻ നായരുടെ വിഭാഗം ആളുകളാണ് അദ്ദേഹത്തെ വർഗശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെയും, അദ്ദേഹം 95 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതുവരെയും അദ്ദേഹത്തിന് NSS ആസ്ഥാനത്ത് കടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്കറിയാം 70കൾക്ക് ശേഷം NSSൽ ഏറ്റവും കൂടുതൽ വലിയൊരു റോള്, NSSൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ റോള് വഹിച്ച, NSSൻ്റെ വിശേഷിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ റോൾ വഹിച്ചൊരു വ്യക്തിയായിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ ഉപരോധിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കുന്നത്.
പിന്നീട് 96 മന്നം നമ്മുടെ NSSന്റെ വാർഷിക സമ്മേളനത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു വരികയുണ്ടായി. അപ്പം നരസിംഹറാവു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നരസിംഹറാവു വരുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു, പുറത്തു പോകുന്നു. പക്ഷേ ആ പരിപാടിയിൽ സുകുമാരൻ നായരെ ഒഴിവാക്കിയിരുന്നു. കാരണം പ്രോട്ടോകോൾ പ്രകാരം സുകുമാരൻ നായർക്ക് അന്ന് NSSൽ പദവികളൊന്നും ഉണ്ടായിരുന്നില്ല. PS to the ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പ്രോട്ടോകോളിൽ അദ്ദേഹം വരുന്നില്ല. അപ്പം ഒരു ഈ ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഈ സെക്യൂരിറ്റി, അതായത് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി നോക്കിയ ഓഫീസേഴ്സ് ബൂട്ടിട്ട് ചവിട്ടി, മന്നം സമാധിയിൽ ബൂട്ട് ഇട്ട് ചവിട്ടിയത് വലിയ വ്യാപകമായ രീതിയിൽ അന്ന് പ്രചരിപ്പിക്കേണ്ടായി. അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം ആയ വിഷയമായിരുന്നു 96. 96 എന്ന് പറയുമ്പോഴത്തേക്കും K. കരുണാകരൻ്റെ സർക്കാരിനെ മാറ്റിയിട്ട് AK ആൻ്റണി ഒരു വർഷത്തോളം AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അന്നേരം ഇത് ഒരുപാട് വിവാദമാകുകയും മന്നം സമാധിയെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിൽ വലിയ പ്രചരണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 96 UDFൽ നിന്ന് NDPയെ പിൻവലിക്കുകയുണ്ടായി. NDP ഘടകകക്ഷിയായിരുന്നു. ആ തരത്തിൽ ഉണ്ടായി. അപ്പം അങ്ങനെ സുകുമാരൻ നായർ കുറച്ചുകൂടെ ശക്തിയുള്ള ഈ NSSന്റെ കാര്യങ്ങൾ ഇടപെടുന്നതിൽ വളരെ ശക്തിയായ ഒരാളായി. പക്ഷെ എന്നാലും ന്യൂസുകളിലൊന്നും സുകുമാരൻ നായർ കാര്യമായി വന്നില്ല. കാരണം ജനറൽ സെക്രട്ടറി നാരായണ പണിക്കരായിരുന്നു. യഥാർത്ഥത്തിൽ സുകുമാരൻ നായരാണ് കാര്യങ്ങൾ ചെയ്തത്. പിന്നീട് 2000 നമ്മൾ കാണുന്ന കേന്ദ്രമന്ത്രി O. രാജഗോപാൽ അവിടെ NSS കോളേജിലെ ഒരു പ്രോഗ്രാം, അത് നേരത്തെ തന്നെ നോട്ടീസൊക്കെ അടിച്ചിറക്കി പ്രിൻസിപ്പലിൻ്റെ സപ്പോർട്ടോടെയാണ് ആ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ AVP യൂണിയൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് അത് അനുമതി കൊടുത്ത കോളേജ് അധികാരികൾ തന്നെ പ്രോഗ്രാമിൻ്റെ ദിവസം രാവിലെ 10 മണിക്ക് കോളേജിൻ്റെ ഗേറ്റ് താക്കോലിട്ട് അവർ ചങ്ങലയിട്ട് പൂട്ടുകയുണ്ടായി. എന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ വന്ന കേന്ദ്രമന്ത്രി O. രാജഗോപാലിനെ കോളേജിനകത്ത് പ്രവേശിപ്പിച്ചില്ല. അത് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അപ്പോൾ അതിന് ഇതേപോലെ കുറേ ന്യായീകരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന്ന് സുകുമാരൻ നായർ അതിനെ ജസ്റ്റിഫൈ ചെയ്തു. അപ്പം പിന്നീട് നമ്മൾ ഇതുപോലെ നിരവധി അവസരങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി വാജ്പേയി സമയത്തുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആരെയും കയറ്റിയിരുന്നില്ല. 2014 ശേഷം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കേന്ദ്രമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരെയും തന്നെ പെരുന്നയിലേക്ക് കൊണ്ടുവന്നില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതികളും NSS കോളേജുകളോ സ്വീകരിച്ചില്ല. UGC സഹായം പോലും പലതും കാര്യമായി നേടാത്തൊരു കോളേജാണ്. അപ്പം സുകുമാരൻ നായരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ NSS സ്ഥാപനങ്ങളെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ റോൾ വഹിച്ചത് NSS ആണ്. ഇന്ന് നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോളേജുകളായിട്ട് NSS സ്ഥാപനങ്ങൾ മാറി. അതേസമയം തന്നെ ഇപ്പം ചങ്ങനാശ്ശേരി തന്നെ 3 പ്രമുഖ കോളേജുകളാണുള്ളത്. ഒന്ന് NSSന്റെ കോളേജും മറ്റ് 2 ക്രിസ്ത്യൻ കോളേജുകളാണ്. അസംഷൻ കോളേജും അതുപോലെ SB കോളേജാണ്. SB കോളേജും അസംഷൻ കോളേജും സ്വയംഭരണ കോളേജുകളായി മാറി. അപ്പം ഇന്ന് നമ്മുടെ പാരൻസ്, ചങ്ങനാശ്ശേരിയിലെ ഭൂരിപക്ഷം ആൾക്കാരും പ്രയോറിറ്റി കൊടുക്കുന്നത് അസംഷൻ കോളേജിനെയും അതുപോലെ SB കോളേജുമാണ്. കാരണം നമുക്കറിയില്ല, സ്വയംഭരണ കോളേജാകുമ്പം രാഷ്ട്രീയ അതിപ്രസരമില്ല, ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലും ബാക്കി എല്ലാ പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും അവർ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് കോളേജാണ്. അപ്പം കുറച്ചുകൂടി ഈ പാരൻസിന് താല്പര്യം നിലവാരത്തിലും അതുപോലെ ഡിസിപ്ലിനിലുമൊക്കെ ഒരു ബെറ്റർ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് കൂടുതൽ അതിന് സ്വീകാര്യം വരുന്നത്. അപ്പോൾ NSSന്റെ സ്ഥാപനം അവിടെ നോക്കുകുത്തിയായി മാറിയെന്നുള്ളത്, വെറും കാഴ്ചക്കാരായിട്ട് മാറുകയാണ്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോഴേ MG കോളേജും മാർവിനസ് കോളേജും ഒരേ സമയം തുടങ്ങിയ കോളേജാണ്. ഇന്ന് മാർവിനസ് കോളേജ് വലിയ ഒരു വിദ്യാഭ്യാസ ഒരു ഹബ്ബായിട്ട് മാറി. ഏതാണ്ട് 1 ഡസനോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർവിനസ് ക്യാമ്പസ് വന്നപ്പോഴത്തേക്ക്, അതെ, ഈ സ്കൂൾ ഉൾപ്പെടെ, സ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, BEd കോളേജ് തുടങ്ങി എല്ലാം സിലബസുകൾ 3 സിലബസിലെ സ്കൂളുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലേക്ക് അവിടെ ഉയരുമ്പോൾ തൊട്ടിപ്പുറത്ത് MG കോളേജിൻ്റെ ഒരു കുന്ന് കാട് പിടിച്ച് അതിൻ്റെ നടുക്കൊരു കോളേജ്, അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മോഹൻലാലിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം വന്നു. അപ്പോൾ NSS കോളേജിൽ ഒന്നും തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇദ്ദേഹം അനുവദിച്ചിട്ടില്ല. കാരണം എല്ലാ ക്യാമ്പസുകളും, വിശേഷിച്ച് നമുക്കറിയില്ല, കേരളത്തിലെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും പ്രൈവറ്റ് കോളേജിലൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ വലിയ സംഭാവന ചെയ്തു. NACന്റെ നിയമം അനുസരിച്ചിട്ടും നമ്മൾ UGCയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട്, അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ടിലൂടെ
അവർ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് കോളേജുകൾ ചെയ്യണമെന്ന് ഇത് ചെയ്യുന്നു, വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പം NSSൽ അത് അനുവദനീയമല്ല. ഒരു പൂർവ്വ വിദ്യാർത്ഥിയും ഒരു രൂപ പോലും അവിടെ കൊടുക്കാൻ കഴിയില്ല. അപ്പം ഈ നാക്ക് വിസിറ്റ് വരുമ്പോൾ മാത്രം ചടങ്ങിന് വേണ്ടി ഒരു പേപ്പർ ഇതുണ്ടാക്കുന്നതല്ലാതെ അവർ പൂർവ്വ വിദ്യാർത്ഥികളെ അവിടെ പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് മോഹൻലാലിന് പോലും ഈ MG കോളേജിൽ കടന്നു കയറാൻ പറ്റുക, അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ കഴിയാതെ വന്നത്. അപ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിഷയം. അപ്പോൾ സുരേഷ് ഗോപിയും അവിടെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം അവിടെ ഈ പ്രതിനിധി സഭയിൽ ഇടിച്ച് കയറിയതല്ല, അതിനകത്തൊരാളാണ് ഇപ്പോൾ ഇന്റർവെൽ സമയം ചായ ഇടവേള സമയത്ത് കൊണ്ടുപോയിട്ട് അത് സുകുമാരൻ നായർ കള്ളം പറഞ്ഞതിനെ സുരേഷ് ഗോപി അവിടെ ഇടിച്ചു കയറി ചെന്നു, നിയമസഭയ്ക്ക് അത് ഇടിച്ചു കയറുന്ന പോലെ കയറി ചെന്നു എന്നുള്ളൊരു വ്യാഖ്യാനം വരുത്തി. അത് നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ ചെയ്ത കള്ളപ്രചരണം തന്നെയാണ് അദ്ദേഹം സുരേഷ് ഗോപിയിലും ചെയ്തത്. അന്ന് ബൂട്ടിട്ട് ചവിട്ടി എന്ന് പറഞ്ഞ് ഇവിടെ വേറൊരു തരത്തിലേക്ക് വന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വിഷയം വന്നപ്പോഴത്തേക്കും അത് നായയുടെ തലയിൽ വെച്ചു. അതായത് നായ അവിടെ കടന്ന് വിടില്ലെന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ രാജ്ഘട്ട് മുതൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മൃതി മണ്ഡപം മുതൽ രാജ്യത്ത് ഒരുപാട് മാനിക്കപ്പെടുന്ന സ്മൃതി മണ്ഡപങ്ങളുണ്ട്. അതിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ നിരന്തരം സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത എന്താണ് പെരുന്നയിലുള്ളത്? അപ്പോൾ ഒരിക്കലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലത്ത് ഈ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ പേരിൽ നായയെ കടത്തി വിടാറില്ല, നമുക്കറിയാമല്ലോ. പക്ഷേ സുകുമാരൻ നായർ അനാവശ്യമായി നായയെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു 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 കള്ളപ്രചരണം നടത്തിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ നോക്കുമ്പോഴേ അദ്ദേഹം ഈ എല്ലാ പേരെയും അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ ഭൗതികവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസപരമായിട്ട് മന്നത്താചാര്യൻ്റെ കാലത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളല്ലാതെ കാര്യമായി ഒന്നും NSS തുടങ്ങിയിട്ടില്ല. പിന്നീട് നമ്മൾ 2000 വന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ NSSന് എഞ്ചിനീയറിംഗ് കോളേജുകളോ മെഡിക്കൽ കോളേജുകളോ ഒന്നും തന്നെ ഇല്ല, ലോ കോളേജുകൾ അങ്ങനെ ഒന്നും കാര്യമായിട്ട് ഒരു പ്രവർത്തനം നടത്തിയില്ല. അപ്പം സ്വാശ്രയ മേഖലയിൽ ഇപ്പം കേരളത്തിലും ഓൾ ഓവർ ഇന്ത്യ തന്നെ വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടന്ന 90-കൾക്ക് ശേഷം 2000-ന് ശേഷമാണ് കേരളത്തിലും സ്വാശ്രയ മേഖലയിലൂടെ. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫാർമസി തുടങ്ങിയിട്ടുള്ള മേഖല, നേഴ്സിംഗ്, ഇതിലൊന്നും തന്നെ NSS കടന്നു വന്നിട്ടില്ല. അപ്പം NSSന് കേരളത്തിലെ സമുദായ സംഘടനകളിൽ തലയെടുപ്പുള്ള, സാമ്പത്തികമായി നമ്മൾ ആസ്തിയുള്ള ഒരു സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ NSS ആണ്. SNDPയെക്കാളും വളരെ മുന്നിലാണ്. കാരണം SN ട്രസ്റ്റ് ഡിഫറൻ്റ് ആണ്. മറ്റേത് സമുദായ സംഘടന തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. SNDP അങ്ങനെയല്ല. SN ട്രസ്റ്റ് ഡിഫറൻ്റ് എൻറ്റിറ്റിയാണ്, SNDPയുടെ കീഴിലല്ല, ഒരു പ്രത്യേകതയാണ്. അപ്പം ഇത്രയും ആസ്തി ഉണ്ടായിട്ടും NSS കാലത്തിനൊത്ത് ഉയരുകയോ, അതുപോലെ തന്നെ കോഴ്സുകൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന കോഴ്സുകൾ. ഇപ്പോൾ നമ്മൾ AI യുഗത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇതൊന്നും NSSലില്ല. 1940-ലും 50-ലും കോളേജുകളിലുള്ള കോഴ്സുകളാണ് ഇന്നും NSS കോളേജുകളിലുള്ളത്. അപ്പം ഒരു ആധുനികമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു അപ്ഡേഷനും വരുത്തിയിട്ടില്ല. 70-കളിൽ മുമ്പുണ്ടായിരുന്ന കോഴ്സുകൾ മാത്രമാണ്, ഒരു കോഴ്സുകളും. ഇപ്പം ഉദാഹരണത്തിന് UGC തന്നെ സ്വാശ്രയ രീതിയിലൂടെ എയ്ഡഡ് കോളേജുകൾക്ക് ഒരുപാട് ഈ പറഞ്ഞ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, ആദ്യം കമ്പ്യൂട്ടർ സയൻസ് ആണ് തുടങ്ങുന്നത്, അതുപോലെയുള്ള ഒരുപാട് കോഴ്സുകൾ ആരംഭിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. അതും NSS ഉപയോഗിച്ചില്ല. പിന്നീട് സ്വാശ്രയ മാനേജ്മെൻറ്റ് കീഴിൽ വ്യാപകമായി CBSE സ്കൂൾ വന്നപ്പോൾ NSS തൃപ്പൂണിത്തുറയിലൊരു സ്കൂൾ ഒഴിച്ച് വേറെ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെയാണ് അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ NSSന് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. വിരലിലുണ്ടാവുന്ന ചില സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. 2000 നമ്മൾ ACANന്റെ സമയത്താണ് വ്യാപകമായി മെഡിക്കൽ കോളേജ്, 21ഓളം സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇന്ന് കേരളത്തിലുണ്ട്. ഇതിലൊന്നും തന്നെ NSS ഇല്ല. അപ്പം നമ്മൾ ഇന്ന് കേരളത്തിൽ MBBS പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ഏതാണ്ട് 60-65% കുട്ടികളും മുസ്ലിം കുട്ടികളാണ്. കാരണം 10ഓളം മുസ്ലിം മെഡിക്കൽ കോളേജുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇതെല്ലാം 2002-2003 ശേഷം തുടങ്ങിയതാണ്. അപ്പം സ്വയം മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വേണ്ടാന്ന് എഴുതി കൊടുത്തൊരു ഒരു പ്രസ്ഥാനമാണ് NSS. അപ്പോൾ ആ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാലഘട്ടത്തിലാണ് സുകുമാരൻ നായർ പുറംതിരിഞ്ഞു നിന്ന് സമുദായത്തെ, അതായത് ഈ നായർ സമുദായത്തിലെ യുവാക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കുട്ടികളുടെ എല്ലാ അവസരങ്ങളും കൊട്ടിയടക്കിയായിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒരുപാട് കോഴ്സുകളിലൂടെ കുട്ടികളെ പഠിച്ചിറങ്ങുന്നു. അവരെല്ലാവരും ലോകം മുഴുവൻ, നമുക്കറിയാലോ മലയാളി കുട്ടികൾ കേരളത്തിന് വെളിയിലും പുറത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർ പുതിയ തൊഴിൽ തേടി പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർ ആർജിച്ച സാങ്കേതിക വിദ്യാഭ്യാസമാണ്.
അതിൽ നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള മേഖല, ഫാർമസിയുണ്ട്. ഇതൊന്നും NSSലില്ല. അതുപോലെ തന്നെ NSSന്റെ മെഡിക്കൽ മിഷൻ, പന്തളം മെഡിക്കൽ മിഷൻ, അതുപോലെ അല്ലെങ്കിൽ കറുകച്ചാൽ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, പെരുന്ന, ഇതൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് 70കളിലെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒന്നും തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒന്നും തന്നെ അവർ തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് സ്വാശ്രയ മേഖലയിലാണെങ്കിലും കേരളത്തിൽ വലിയ വിപ്ലവം നടന്നതാണ് ഈ ആതുര സേവന രംഗം, അതായത് ഹോസ്പിറ്റൽ മേഖലയിൽ. അതിലും NSSന് കടന്നു വരാൻ കഴിഞ്ഞില്ല. NSSന് ഒരു പോളിടെക്നിക് ആണെങ്കിലും പിന്നെ ഒരു എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് പാലക്കാട്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്വകാര്യ മേഖലയിലുള്ള 3 എയ്ഡഡ് കോളേജുകളുണ്ട് കേരളത്തിൽ. അപ്പം അതിൽ കോതമംഗലവും പാലക്കാടും ഒന്ന് കൊല്ലത്തുമാണ്. അപ്പം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. പക്ഷേ നമ്മളുടെ കുട്ടികൾ ആരും തന്നെ പാലക്കാട് NSS കോളേജ് ഓപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ആ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖലയിലാണെങ്കിലും സ്വാശ്രയ മേഖലയിലാണെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ, ഫാർമസി, നേഴ്സിംഗ് മേഖലയിലും NSS സുകുമാരൻ നായർ നേതൃത്വത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു സ്ഥാപനം പോലും തുടങ്ങിയില്ല. ഇതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത് മുഴുവൻ സമുദായങ്ങളായിരുന്നു തുടങ്ങിയിരുന്നെങ്കിൽ. അപ്പോൾ ആർക്കാണ് നഷ്ടമുണ്ടായത്? നായർ സമുദായത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഗവൺമെൻറ് മേഖലയിലെ മെരിറ്റിൽ കടന്നു വരുന്ന കാരണം സംവരണം അവർക്ക് കാര്യമായിട്ട് ലഭിക്കില്ലല്ലോ. ഇപ്പം നമ്മൾ പറയുന്ന ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണം ഒഴിച്ച് മറ്റൊന്നും അവർക്ക് ലഭിക്കില്ല. അപ്പോൾ ആ വിഭാഗത്തിലെ കുട്ടികൾക്ക് അവസരമൊരുക്കേണ്ടത് NSSന്റെ ബാധ്യതയാണ്. കാരണം സർക്കാരിന് ഈ സ്ഥാപനങ്ങളൊന്നുമില്ല. വെളിയിലെണ്ണാവുന്ന സ്ഥാപനങ്ങളെ, ഇപ്പം ഉദാഹരണത്തിന് ഫാർമസി മേഖല, നേഴ്സിംഗ് മേഖല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ മേഖല, ഇതൊക്കെ സർക്കാരിന് പരിമിതമായ സീറ്റുകളേ ഉള്ളൂ. അവിടെ സംവരണവും മറ്റെല്ലാം കൂടെ നോക്കുമ്പോൾ മെറിറ്റിൽ വരുന്ന സീറ്റിനകത്ത് മാത്രമേ കടന്നു വരാൻ കഴിയൂ. അവിടെ നല്ല എൻട്രൻസ് കോച്ചിങ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ഇതിലൊന്നും തന്നെ NSS സമുദായത്തെ, ഈ കുട്ടികളെ സഹായിക്കുന്ന ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകൾ കേരളത്തിൽ വ്യാപകമായ സ്ഥാപനങ്ങൾ നടത്തി സമുദായങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു സ്ഥാപനം പോലും NSSന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ NSSന്റെ സമുദായ NSSന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കാരണം ഒന്നാമത് നിലവിലുള്ള കോഴ്സുകളൊന്നും തന്നെ പഴയ കാലത്ത്, അതായത് സർസിപിയുടെ കാലത്തെ കോഴ്സുകളിലാണ് ഇപ്പോഴും നമ്മളെ കോളേജ് NSS കോളേജ് നിൽക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ കാലം മാറി. ഇപ്പം ഈ തരത്തിൽ അദ്ദേഹം വിവരമുള്ള ഒരു നായരെയും പെരുന്നയിൽ അടുപ്പിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും അദ്ദേഹം അത് നായരല്ല, ഡൽഹി നായരാന്ന് പറഞ്ഞത്. അപ്പം ഏതൊരു നിലവാരമുള്ള ഒരാളെ അദ്ദേഹത്തിന് അംഗീകരിക്കുക, അതായത് നായർ സമുദായത്തിൽ ഏതെങ്കിലും തരത്തിൽ ബൗദ്ധികമായി കഴിവുള്ള ഒരാളെയും പെരുന്നയിലേക്ക് കൊണ്ടുവരാൻ സുകുമാരൻ നായർ സമ്മതിക്കില്ല. NSS സ്ഥാപനങ്ങളൊക്കെ നശിക്കുന്നതിന് പ്രധാന കാരണം അതിൻ്റെ മാനേജ്മെൻറ്റിലെ തകരാറാണ്. അപ്പം കഴിവുള്ള മിടുക്കരായിട്ടുള്ള ആളുകളെ അത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പം അദ്ദേഹം നോക്കുന്ന കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള ലോയൽറ്റിയാണ്, സുകുമാരൻ നായരോടുള്ള ലോയൽറ്റിയാണ് അദ്ദേഹം ആൾക്കാരെ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ അദ്ദേഹം ഒരു ആത്മഹത്യാ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് മൊത്തം നായർ സമുദായ അംഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി ഇവൻ രാഷ്ട്രീയവുമായിട്ടുള്ള വളർച്ചയെ തകർക്കുന്ന തരത്തിലാണ് സുകുമാരൻ നായരുടെ ഇടപെടലുകൾ. ശരിക്കും അദ്ദേഹം 100% സമുദായം ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമുദായം കൂടെയില്ലാത്ത സമുദായ നേതാവാണ്. അത് സമുദായത്തെ ദ്രോഹിക്കുന്ന സമീപനമാണ് പൊതുവെ സുകുമാരൻ നായർ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് പിന്തുടരുന്നത്. അത് സമൂഹം തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.